നമസ്കാരം പ്രിയമുള്ളവരെ, ഇസ്രായേൽ ഇറാൻ 12 ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇറാൻ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഇറാൻ J-10C ഫൈറ്റർ ജെറ്റുകൾ ചൈനയിൽ നിന്ന് വാങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം തന്നെ Su-35 റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് J-10C ഫൈറ്റർ ജെറ്റുകൾ ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ചൈനയുമായി കരാറിൽ ഏർപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇറാൻ തങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ യുദ്ധം ഒരു ശാശ്വതമായ വെടിനിർത്തലല്ല ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇറാന് വ്യക്തമായി അറിയാം. ഇസ്രായേൽ ആയുധങ്ങൾ കോപ്പുകൂട്ടുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നതാണ്. വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിലോട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ ഒരുപാട് ആയുധങ്ങൾ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ ആയുധം അതിൻ്റെ ഒരു ക്ഷാമം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആക്രമിച്ചിരിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇറാനും മുൻകരുതലുകളിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൊസാദിന്റെ മുനയൊടിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇറാനകത്ത് വളരെ വ്യാപകമായ റെയ്ഡുകളാണ് നടക്കുന്നത്. മൊസാദിന്റെ ചാരന്മാരെ പിടികൂടുന്നു, അവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നു, വധശിക്ഷ വിധിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പോകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഇറാന്റെ അപര്യാപ്തതയായ ഫൈറ്റർ ജെറ്റുകളുടെ അപര്യാപ്തത അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളുമായും ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന വലിയ വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു ഇറാന്റെ ആധികാരികമായ വിജയം മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ തന്നെ ഒരു ഫൈറ്റർ ജെറ്റുകളുടെ അഭാവത്തിൽ ഇസ്രായേലിന് ആ രംഗത്ത് കുറച്ച് മേൽക്കോയ്മ ഉണ്ടായിരുന്നതായി നമുക്ക് സത്യസന്ധമായി വിലയിരുത്താം. കാരണം ഇറാന്റെ കയ്യിൽ ഫൈറ്റർ ജെറ്റുകൾ ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെയുള്ള മിഗ് 29 മുതലായ ഫൈറ്റർ ജെറ്റുകൾ അത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിച്ചതാണ്. അതിനുശേഷം പിന്നെ ഇറാന് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ ഒരു ഉപരോധമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം യുദ്ധോപകരണങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ല. വാങ്ങിച്ചാൽ തന്നെ അതിനുവേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ആവശ്യമായ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. കാരണം അന്തർദേശീയ ഉപരോധം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അന്തർദേശീയ മാർക്കറ്റിൽ നിന്ന് ഇതിന്റെ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കുവാനും ഇറാൻ സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ മിസൈലുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവരുടെ മിസൈലുകൾ കൃത്യതയുള്ളതാണ്. അവരറിയപ്പെടുന്നത് തന്നെ മിസൈൽ രാജാക്കന്മാരാണ് എന്നാണ്. പക്ഷേ ഈ യുദ്ധത്തിന്റെ 12 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇറാൻ അവരുടെ ഫൈറ്റർ ജെറ്റുകളുടെ അപര്യാപ്തത അനുഭവിച്ചറിഞ്ഞു എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ J-10C ഫൈറ്റർ ജെറ്റുകൾ ഇപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതായത് ഇറാൻ അവരുടെ പഴുതുകൾ അടച്ചു മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും ഒരു യുദ്ധ സാധ്യത നിലനിൽക്കുന്നു എന്നത് വലിയ വാസ്തവമായി തന്നെ ഇറാൻ ഉൾക്കൊള്ളുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ വലിയ ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് TV ഇന്റർവ്യൂവിൽ ചോദിച്ചു, ആദ്യ 3 പ്രാവശ്യം നിങ്ങൾ ഭയക്കേണ്ട രാജ്യം ഏതാണ്? ആദ്യത്തെ 3 പ്രാവശ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭയക്കേണ്ട രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഇറാൻ ഇറാൻ, അതായത് 3 പ്രാവശ്യവും ഇറാൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. 1, 2, 3 പ്രാവശ്യം ഇസ്രായേലിന് ഭയക്കേണ്ട രാജ്യം ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് ഇറാനെതിരെ കൂടുതൽ ആയുധ സജ്ജീകരണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഇറാനും അത്തരം സജ്ജീകരണങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, ഇറാനിലെ TV ഇറാൻ ജനറൽ റിസയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, അതായത് ഇറാനിലെ മേജർ ജനറൽ റിസ പറയുന്നത് തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ വെറും 5% താഴെ മാത്രമാണ് ഇസ്രായേലിന് വേണ്ടി ഉപയോഗിച്ചതെന്നാണ്. കരുത്തുറ്റ ആയുധങ്ങൾ ഇനിയും കാത്തിരിപ്പുണ്ട്. ഇസ്രായേൽ ഇനിയും പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി വളരെ ഉഗ്രമായി തന്നെ താങ്ങും. അത് ഇസ്രായേൽ താങ്ങില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടാകുന്നത് ജനറൽ റിസയുടെ. അദ്ദേഹം പറയുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനമായ ശക്തി, ഏറ്റവും വലിയ ശക്തി അവരുടെ കരസേനയാണ്. അതൊരിക്കലും ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രായേൽ വലിയ പ്രഹരം ഏറ്റുവാങ്ങും എന്ന രീതിയിൽ ഇറാന്റെ മേജർ ജനറൽ റിസയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. അതായത് ഇരു രാജ്യങ്ങളും കൂടുതൽ യുദ്ധസന്നാഹമായ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. ഈ വെടിനിർത്തൽ ഒരു താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് ഇറാൻ ഉണ്ടാകുന്നു. ഒപ്പം ഇറാൻ ആ മേഖലയിൽ നിലനിന്നാൽ തങ്ങളുടെ നിലനിൽപ്പ്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് ഇസ്രായേലും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന വലിയ ഒരു വ്യഗ്രതയിലാണ് എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.